നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും നമ്മുടെ ഇപ്പോഴത്തെ ചാൻസലർ ഓളഫ് ഷ്ലോസും അതുപോലെ തന്നെ നമ്മുടെ പ്രൈം മിനിസ്റ്റർ മോദിയും കൈ പിടിച്ച് നിൽക്കുന്ന ഒരു ചിത്രം കേട്ടോ. അവർ എന്നിട്ട് പറയണത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജർമ്മനിയിൽ കുറേ ഇമിഗ്രൻസിന് ആവശ്യമുണ്ട്. അതിന്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ ഇപ്പോഴത്തെ ഒരു അവസ്ഥ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ജർമ്മനിയിൽ നല്ല രീതിയിലുള്ള എക്കണോമിക് ക്രൈസിസ് നടക്കുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. പറഞ്ഞ കൊറോണ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മുടെ നാട്ടിൽ ഓൺലൈൻ ക്ലാസ് വന്നതും ഡിജിറ്റലൈസേഷൻ കൂടിയതും. പക്ഷേ ജർമ്മനിക്ക് അതിനോട് നല്ല രീതിയിൽ കോപ്പ് ചെയ്യാൻ പറ്റിയില്ല കേട്ടോ. ജർമ്മനി മെയിൻ ആയിട്ട് റിലൈ ചെയ്തിരുന്നത് നമ്മുടെ റഷ്യയിൽ നിന്ന് വരുന്ന ഗ്യാസസ് ആണ്. അപ്പോൾ റഷ്യയിൽ നിന്ന് വരുന്ന ചീപ്പായിട്ടുള്ള ഈ നാച്ചുറൽ ഗ്യാസിന്റെ പൈപ്പ് ഈ പറഞ്ഞ കോൺട്രാക്ട് നിർത്തിയതോടുകൂടെ നമ്മുടെ ജർമ്മനിനെ നല്ല രീതിയിൽ എഫക്ട് ചെയ്യാൻ തുടങ്ങി. ഓപ്പർച്യൂണിറ്റി കാർഡിൽ കറന്റ് ജർമ്മനിയിലോട്ട് വരാനായിട്ട് നോക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നല്ല രീതിയിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കറന്റ്ലി നമ്മുടെ ജോബ് മാർക്കറ്റ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹയറിംഗ് നല്ല രീതിയിൽ സ്ലോ ഡൗൺ ആണ്. കാരണം നല്ല രീതിയിലുള്ള ലേ ഓഫ്സും കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട്. അപ്പോൾ ഈ ലേ ഓഫ് ആയ എംപ്ലോയികൾക്ക് തന്നെ കറന്റ്ലി വീണ്ടും റീഹയർ ചെയ്യാനായിട്ട് അവരും കോമ്പറ്റീഷന് വരുന്നുണ്ട്. അതുപോലെ തന്നെ കമ്പനീസ് എടുക്കുന്നതിൻ്റെ അളവ് വളരെയധികം കുറഞ്ഞിട്ടുണ്ട് കേട്ടോ.